എനിക്കൊപ്പം സാനിയോ കൂടി ചേരുന്നുണ്ട്. അർജുൻ ഇപ്പോൾ പുറത്തുവിട്ട വാർത്ത അനുസരിച്ച് ഈ പ്രതികളിൽ 6 പേരിൽ 2 പേർ DYFI നേതാക്കളാണ്. ഒരാൾ സായൂജ് DYFI യൂണിറ്റ് ഭാരവാഹിയാണ് കുന്നോത്തുപറമ്പിൽ. മറ്റൊരാൾ അമൽ ബാബു CPMൻ്റെ ഈ കുന്നോത്തുപറമ്പിലെ ലോക്കൽ കമ്മിറ്റി വോളണ്ടിയർ ക്യാപ്റ്റനുമാണ്. CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണോ ഈ വിഷയത്തിൽ? ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ വിഷയമായി വരുമ്പോൾ CPM തീർച്ചയായും ഈ മണ്ഡലത്തിൽ പ്രതിരോധത്തിലാവുകയാണ്. കാരണം ഇവിടെ KK ശൈലജ ആർജിച്ചെടുത്ത ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. ആ മേൽക്കൈയെ തകർക്കുന്ന വിധത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല വ്യാപകമായ റെയ്ഡുകൾ നടക്കുന്നു. അവിടങ്ങളിൽ നിന്നൊക്കെ ബോംബുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം. ഇന്നടക്കം നാദാപുരത്ത് റെയ്ഡ് നടക്കുന്നുണ്ട്. കേന്ദ്രസേനയുടെയും ബോംബ് സേനയുടെയും അവരുടെയൊക്കെ കൂടെയുള്ള റെയ്ഡാണ് നടക്കുന്നത്. പലപ്പോഴും ഈ പിടിച്ചെടുക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രത്തിലാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. തീർച്ചയായും ഇത് CPMനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. എത്ര തന്നെ തള്ളിപ്പറയുമ്പോഴും ഇത്തരത്തിൽ DYFI നേതാക്കൾ, അതുപോലെ ലോക്കൽ കമ്മിറ്റിയുടെ റെഡ് വളണ്ടിയർ ചുമതലയുള്ള ആളുകൾ, ഇവരൊക്കെ ഈ പ്രതിപട്ടികയിലേക്ക് വരുമ്പോൾ, മാത്രമല്ല ഒളിവിലുള്ള ആളുകളും DYFI പ്രവർത്തകരുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് വടകരയിൽ ധർണയുണ്ടെന്ന് തോന്നുന്നു UDFന്റെ. എന്തായാലും UDF ഇതൊരു മുഖ്യ പ്രചരണ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞു. അതെ, UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചാരണ വിഷയം ഏത് എന്ന തരത്തിലുള്ള ഒരു പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ LDF പൗരത്വ വിഷയമടക്കം ഈ മാനിഫെസ്റ്റോയിൽ ഇല്ലാതിരുന്നത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വടകര ചിന്തിക്കുമ്പോഴാണ് പാനൂർ ബോംബ്. അതെ, കൃത്യസമയത്ത് ബോംബ് പൊട്ടിയതുകൊണ്ട് UDF രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അതിൽ ആ ഒരു വിഷയത്തിൽ തന്നെ ഇന്ന് കോൺഗ്രസിന്റെ UDFന്റെ ഒരു പ്രതിഷേധ ധർണയും പ്രതിഷേധ മാർച്ചും സംഗമവും ഒക്കെ ഇന്ന് 4 മണിക്ക് എല്ലാ പഞ്ചായത്തിന് കീഴിലും ഉള്ള സെന്ററുകളിൽ, പഞ്ചായത്തിന്റെ കേന്ദ്രങ്ങളിൽ നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. അത് വലിയൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് UDF ശ്രമിക്കുന്നത്. ഇന്നലെ പ്രസ് മീറ്റ് നടത്തിയപ്പോഴടക്കം UDF ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. മാത്രമല്ല ഷാഫി പറമ്പിലിനെ അടക്കം, അതായത് കാൻഡിഡേറ്റിനെ അടക്കം ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നും UDF ആരോപിച്ചിരുന്നു. ഏതായാലും ഇന്ന് 4 മണിക്കാണ് പ്രതിഷേധം പറഞ്ഞിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് UDF സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകും. അപ്പോൾ വടകരയിൽ പൊതുവെ ആദ്യഘട്ടത്തിൽ ശൈലജ ടീച്ചർ നേടിയ ഒരു ലീഡ് ഉണ്ടായിരുന്നു പ്രചരണത്തിൽ. പിന്നീട് മുരളീധരൻ മാറുന്നു, ഷാഫി പറമ്പിൽ വരുന്നു. ഷാഫി പറമ്പിലിന്റെ വരവ് ഒരു മാസ് എൻട്രി ആയിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോഴും പലയിടങ്ങളിലും KK ശൈലജയ്ക്ക് അനുകൂലമായിട്ടുള്ള വികാരമുണ്ടെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. പക്ഷെ വളരെ പെട്ടെന്ന് പാനൂർ സ്ഫോടനം അതിനെ ഒന്ന് ഉലച്ചു എന്ന് വേണം പറയാൻ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശൈലജയുടെ തട്ട് താണ് തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിൽ LDF നിൽക്കുമ്പോഴാണ് ഒരു പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. അതിൽ DYFI അടക്കമുള്ള പോഷക സംഘടനകളുടെ നേതാക്കന്മാരുണ്ടാകുന്നു. അതിന് പാർട്ടി മറുപടി പറയേണ്ടി വരുന്നു. അത് UDF കൃത്യമായി വിഷയമാക്കുകയും ചെയ്യുന്നു. സംശയം, ഈ നാട്ടിലൊക്കെ ഈ ബോംബ് നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ എങ്ങനെ കിട്ടുന്നു സാനു? ഞാനിങ്ങനെ ചർച്ചയിൽ പറയായിരുന്നു ഒരു പ്രേക്ഷകർ ഇങ്ങനെ ആവേശത്തിൽ സംസാരിക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ഈ വെടിമരുന്നൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, ഇതൊക്കെ ബോംബും പടക്കവും ഒക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഒരു പടക്ക നിർമ്മാണശാല തുടങ്ങി ഈ കേരളത്തിൽ ആവശ്യമായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള പടക്കത്തിലുള്ള സാധനങ്ങൾ ഇവിടുന്ന് കൊടുക്കാമല്ലോ. വടകര സ്പെഷ്യൽ അല്ലേ? കുടിൽ വ്യവസായമായിട്ട് കൊടുക്കാമല്ലോ. അത് എന്തിനാണ് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് നിർമ്മിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഏത് കാലഘട്ടത്തിലാണ് ഇവരല്ലേ സ്റ്റീൽ ബോംബ് കൊണ്ടിടുക? അതെ, ഇത് ഏത് കാലഘട്ടത്തിലാണ്? ഈ സാഹചര്യത്തിലും മനുഷ്യനെ ആക്രമിക്കാനും കൊല്ലാനും ഒക്കെ വേണ്ടി ബോംബ് ഇടുക, ബോംബ് നിർമ്മിക്കുക, ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ നടക്കേണ്ട സാഹചര്യമാണ് എന്നുള്ളത് എന്തായാലും നിർമ്മിച്ചവർ അനുഭവിച്ചോളും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഇത് നിങ്ങൾ ഇതിനകത്തൊക്കെ വൈദഗ്ധ്യമുള്ളവരാണെങ്കിൽ നിങ്ങളത് തെളിയിച്ച് വലിയ പടക്ക നിർമ്മാണശാലയൊക്കെ ഉണ്ടാക്കി ഈ അമ്പലങ്ങളിലെ പൂരത്തിലുമൊക്കെ വെടിക്കെട്ട് നടത്തുമല്ലോ. കേരളത്തിൽ തന്നെ ഒരുപാട് വെടിക്കെട്ട് നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാട് മുഴുവൻ രക്ഷപ്പെടും അല്ലേ? വെടിക്കെട്ട് നടത്തി വെറുതെ പൊട്ടിച്ച് കളയല്ലേ ചങ്ങാതി.